അവര് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. ഇപ്പോൾ ഉഷയുടെ സ്കൂളിൽ നിന്നാണ് ടിൻറ്റു ആണെങ്കിൽ കുറച്ച് താരങ്ങളൊക്കെ വരുന്നത്. അവർ ശരിക്കും പ്രൊഫഷണൽ, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ഒളിമ്പിക്സ് നോക്കുക, കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസ് നോക്കുക, കോമൺവെൽത്ത് ഗെയിംസ് നോക്കുക. അപ്പോൾ ഇത്തരം അക്കാഡമി നമ്മൾ പ്രൊഫഷണലി ഒരു ഹാഫ് പ്രൊഫഷണലുള്ള അക്കാഡമിയിൽ നിന്ന് വരുന്ന താരങ്ങൾക്ക് ശരിക്കും ഒരു മത്സര വീര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ സോക്കോൾഡ് ഇപ്പോഴും നമ്മൾ കോഴിക്കോടുണ്ട്, മലപ്പുറത്ത് എല്ലാ തിരികെ താങ്കളിലേക്ക് ശ്രീ ബോബി അലോഷ്യസ്, ഇപ്പോൾ ഇവിടെ കമാൽ വഴുതൂർ ചൂണ്ടിക്കാട്ടിയ പ്രശ്നം, അതായത് കെടുകാര്യസ്ഥത, സർക്കാർ സംവിധാനങ്ങളുടെ കെടുകാര്യസ്ഥത മൂലം ഫണ്ടുകളുടെ വിനിയോഗം സാധ്യമാവുന്നില്ല, യഥാർത്ഥത്തിൽ ആ ഫണ്ട് ചെല്ലേണ്ടടുത്ത് കൃത്യസമയത്ത് ചെല്ലുന്നില്ല, ഇതൊക്കെ പരിശീലനത്തെ ബാധിക്കുന്നില്ലേ? തീർച്ചയായും നമ്മുടെ ഇവിടെ സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ, ഒരു സ്കീം തുടങ്ങണമെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം. സുരേഷ് ബാബു സാറിൻ്റെ സമയത്ത് സാറാണ് ഒരു എലൈറ്റ് അക്കാദമി കൊണ്ടുവരണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുകയും അങ്ങനെ ഒരു പദ്ധതി എഴുതിയുണ്ടാക്കുകയും ചെയ്ത് അതിനുശേഷം എത്രയോ വർഷങ്ങൾ, ഇപ്പോൾ 3-4 വർഷത്തിന് ശേഷമാണ് ആ പദ്ധതി തുടങ്ങാൻ സാധിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യത്തിലും വളരെ സ്ലോയിൽ ഉള്ളൊരു പ്രവർത്തനമാണ് മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാലാണ് ഈ കുട്ടികൾക്ക് കിട്ടേണ്ടതായ കാര്യങ്ങൾ കൃത്യസമയത്ത് എത്തിക്കാൻ പറ്റാതെയാവുകയും അങ്ങനെ പോയി ഒരു സ്ലോ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഒരു കാര്യത്തിനും പുരോഗതി ഉണ്ടാകത്തില്ല. അപ്പം ഞാനിപ്പം കേരള സ്പോർട്സ് കൗൺസിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു കാര്യമാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. സർക്കാർ ലെവലിൽ സ്പോർട്സിലോട്ട് എന്ത് പ്രവർത്തനങ്ങൾ എത്തിക്കണമെന്ന് വിചാരിച്ചാൽ പോലും പല പല കാരണങ്ങൾ കൊണ്ട് അതിന് കാലതാമസം നേരിടുന്നുണ്ട്. അത് തന്നെയാണ് രാഷ്ട്രീയ ഇടപെടൽ, അർഹതപ്പെട്ട പരിഗണനയും ധനവുമെല്ലാം കായിക താരങ്ങൾക്ക് എത്തുന്നതിൽ തടസ്സമായി നിൽക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നത് അനുസരിച്ച് ശ്രീമതി ബോബി അലോഷ്യസ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഡെപ്യൂട്ടേഷനിൽ സ്പോർട്സ് കൗൺസിലിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറിയായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് പറയാമോ എവിടെയാണ് ഇതിന്റെ തടസ്സം ഉണ്ടാകുന്നത്? നേരത്തെ പറഞ്ഞു പല കാര്യങ്ങളും നടത്താൻ ആഗ്രഹിക്കുകയും മുൻകൈ എടുക്കുകയും ഒക്കെ ചെയ്തിട്ടും തടസ്സങ്ങൾ ഉണ്ടാകുന്നു. അതൊരു സർക്കാർ രീതിയിലുള്ള ഒരു സ്ലോ മോഷനിൽ പോകുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. നമുക്ക് ഉണ്ടാവുന്നതെന്ന് അങ്ങനെ പറയാൻ സാധിക്കത്തില്ല. എങ്കിലും എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ വിചാരിച്ചത്രയും ഒരു ഇൻവോൾവ്മെന്റ് എനിക്ക് ഈ മേഖലയിൽ നടത്താൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, ഇതൊക്കെ സ്വാഭാവികമായും വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതല്ലേ? അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് ഇപ്പം അറിയാവുന്നത് തന്നെയാണ്. ഗണേഷ് കുമാർ ഉണ്ടായിരുന്ന കാലത്ത് വളരെ ശക്തമായിട്ട് മേഖല മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. പല പല കാര്യങ്ങളും ഇഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ സ്പോർട്സ് മേഖലയിൽ വളരെ കൃത്യമായ ഇൻവോൾവ്മെൻറ്റും മിനിസ്റ്റർക്ക് ഉണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് താല്പര്യമുണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് നമുക്ക് സ്പോർട്സ് മേഖലയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. ഇപ്പം കൃത്യമായിട്ട് അങ്ങനെ ഒരു വകുപ്പിനെ ചുമതല എടുത്തു. ബോബി അലോഷ്യസ്, അടുത്ത കാലത്ത് സ്പോർട്സ് മേഖല ശക്തമായിരുന്നു എന്ന് പറയാൻ കഴിയുമോ? കാരണം ഒരു നാഷണൽ ഗെയിംസ് ഹോസ്റ്റ് ചെയ്യാൻ പോലും 3-4 വർഷം നമ്മൾ വൈകിയിരിക്കുന്നു. അത് പുതിയ മന്ത്രിസഭ വന്നതിന് ശേഷം, ഞാനൊക്കെ കൗൺസിൽ വന്നതിന് ശേഷം മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മുൻകൈ എടുക്കുകയും അതിൽ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയുമായിരുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനമായി ചെയ്തൊരു കാര്യം തന്നെയാണ് +1 ഓൺലൈൻ രജിസ്ട്രേഷൻ വരുത്തുകയും നമ്മൾക്ക് കേരളത്തിൽ കഴിഞ്ഞ വർഷം 3500 കുട്ടികളായിരുന്നു +1 സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് ഓൺലൈൻ ആക്കിയതോടുകൂടി നമുക്ക് 8000-ഓളം കുട്ടികൾ ഈ സ്പോർട്സ് മേഖലയിൽ ക്വാളിഫൈഡ് ആയിട്ട് +1 എടുക്കാൻ പറ്റുന്നുണ്ടെന്ന് വളരെ വളരെ ഫാസ്റ്റായിട്ട് എത്തിക്കാൻ പലതരത്തിലുള്ള പ്രോത്സാഹനം കായിക മേഖലയിൽ മികവ് പുലർത്തുന്നവർക്കും കായിക മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കും സർക്കാർ നൽകുന്നുണ്ട്. സ്പോർട്സ് കോട്ടകളുണ്ട്, അവർക്ക് ജോലി കിട്ടുന്നു. പല എൻട്രൻസുകൾ പാസ്സായി എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അവർക്ക് പ്രത്യേകം കോട്ടയുണ്ട്, പ്രത്യേകം മാർക്ക് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയെല്ലാമുള്ള പിന്തുണയ്ക്ക് പുറമെ അവരുടെ കായിക ശേഷി വളർത്തുന്നതിന് വേണ്ട രീതിയിൽ ഇടപെടൽ നടത്തുന്നില്ല. അതിന് പലതരത്തിലുള്ള ചുവപ്പ് നാടകളുണ്ട്. അതാണ് ബോബി അലോഷ്യസ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതേസമയം PT ഉഷയെ പോലെയുള്ള വ്യക്തികൾ നടത്തുന്ന അക്കാദമികളിൽ കുറെ കൂടി മികച്ച പരിശീലനം കൊടുക്കാൻ കഴിയുന്നുമുണ്ട്. ഇങ്ങനെ വേർതിരിക്കപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിൽ ഇനി അങ്ങോട്ട് കേരളത്തിൻ്റെ പ്രകടനം മെച്ചപ്പെടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ നല്ല കായിക താരങ്ങളെ സംഭാവന ചെയ്യാൻ എവിടെ നിന്നാണ് തിരുത്തലുകൾ വേണ്ടത്? ബോബി പറയുന്നതിനോട് എനിക്ക് അത്ര കണ്ട് കറക്റ്റ് ആണെന്ന് പറയാനായിട്ട് ആയിട്ടില്ല. കാര്യം ഗവൺമെന്റ് എല്ലാ രീതിയിലും നല്ല കാര്യങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ 2008 മുതൽ കായിക താരങ്ങൾക്ക് കൊടുക്കാനുള്ള അവാർഡുകൾ
ഈ 2012 മാർച്ച് വരെ ഏകദേശം 6 കോടിയോളം രൂപ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് കൊടുത്തത്. അതോടൊപ്പം തന്നെ 2006 മുതൽ കൊടുക്കാനുള്ള സ്പോർട്സ് കോട്ട അപ്പോയിന്റ്മെന്റുകൾ ഈ 2010 വരെയുള്ള കൊടുത്തു. അടുത്ത 3 വർഷത്തേക്ക് ഉടനെ കൊടുക്കാനായിട്ട് ഇരിക്കുന്നു. എല്ലാം വ്യക്തമായ കാഴ്ചപ്പാടിന് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി ഈ വകുപ്പ് ഏറ്റെടുത്തിട്ടും എല്ലാ നാഷണൽ ഗെയിംസ് വരികയാണ്. വളരെ നല്ല രീതിയിലും വളരെ കോർഡിനേഷനോടുകൂടി എല്ലാ ആഴ്ചയിലും മീറ്റിംഗ് നടത്തിയിട്ട് വളരെ നല്ലൊരു രീതിയാണ് പോകുന്നത്. പിന്നെ കായിക മേഖലയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോ ഒരു എലൈറ്റ് പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. പുതിയൊരു സ്കീമാണ് സ്പോർട്സ് കൗൺസിലിന്റേത്. കായിക താരങ്ങളെ മറ്റുള്ള ഞാൻ ഉടനെ തിരിച്ചു വരാം. PT ഉഷ ടെലിഫോൺ ലൈനിലുണ്ട്. പെട്ടെന്ന് ഒഴിവാക്കണമെന്നാണ് ഉഷ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ശ്രീമതി ഉഷ, ഇപ്പോൾ മത്സരം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നോ? ഇതുവരെ മത്സരം കണ്ടിട്ടുണ്ട്. ഇപ്പം ഇന്ന് മത്സരം കണ്ടിട്ട് ഇപ്പൊ എത്തിയതേ ഉള്ളൂ. അതെ, ഉഷയ്ക്ക് വ്യക്തിപരമായി പോലും നിരാശപ്പെടുത്തുന്നതായിരുന്നല്ലോ പ്രകടനം. എന്താണ് സംഭവിച്ചത്? മൊത്തം ഇന്ത്യയുടെ പെർഫോമൻസിൽ കുറച്ച് സിൽവർ മെഡൽ കിട്ടിയിട്ടുണ്ട്, ഒരു ഗോൾഡേ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ 3 ബ്രോൺസും കിട്ടിയിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഈ മെഡൽ കിട്ടിയതിൽ സന്തോഷമുണ്ട്. പക്ഷെ ഗോൾഡിന്റെ എണ്ണം കുറഞ്ഞതിൽ ദുഃഖമുണ്ട്. അതിനേക്കാൾ ഏറെ നമ്മൾ അത്ലറ്റ്സുകളൊന്നും തന്നെ മെഡൽ പ്രതീക്ഷിച്ച പോലെ അവരുടെ ബെസ്റ്റിന്റെ അടുത്ത് എത്തിയില്ല എന്നുള്ളത് ഫുള്ള് സാറ്റിസ്ഫൈഡ് അല്ല അവിടുത്തെ മത്സരത്തിൽ. 1983, 85, 87, 89, 98 വളരെ കൺസിസ്റ്റന്റായി പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യയുടെ അഭിമാനമാണ് PT ഉഷ. PT ഉഷ പരിശീലനം കൊടുത്ത് പുതിയ തലമുറ ഇനി അങ്ങോട്ട് രാജ്യത്തിൻ്റെ അഭിമാനം കൊണ്ടുപോകുമെന്ന് പ്രതീക്ഷയിലാണ് രാജ്യമുള്ളത്. പക്ഷെ അതിനപ്പുറത്ത് നല്ല കായിക താരങ്ങളെ സംഭാവന ചെയ്യാൻ നമ്മുടെ സർക്കാരിന്, നമ്മുടെ ഭരണകൂടത്തിന് സാധിക്കണമായിരുന്നു. അത് നടക്കാതെ പോകുന്നു. എന്തുകൊണ്ടാണ്? നമ്മുടെ ഒരു സിസ്റ്റം ഉണ്ട്. നമ്മുടെ ഒരു സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ആരെങ്കിലും ഒക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നന്നായിട്ട് ചെയ്തു വരുന്നുണ്ടെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സിസ്റ്റം നല്ലതാവുന്നതുകൊണ്ടാണല്ലോ നന്നായി വരുന്നത്. അപ്പൊ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ നല്ല കാര്യങ്ങൾ അവിടെ അത് മനസ്സിലാക്കുകയും അവർക്ക് എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ അത് നികത്താനായി ശ്രമിക്കാറാരുമില്ല. അതുപോലെ വേറെ ഒരു ഹൈ എൻഡ് അക്കാഡമി ഉണ്ടാക്കുക എന്ന് പറയാന്നല്ലാതെ അങ്ങനെയുള്ളൊരു ശ്രമം ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ എന്ന് പറയുമ്പം നോർമലി എന്ന് പറയുമ്പോൾ ഈ അത്ലറ്റിക്സ് ഭയങ്കര ടഫ് ആയിട്ടുള്ള ഒരു ഈവന്റ് ആണ്. അതിലെന്ന് പറയുമ്പം അതിൽ ശരിക്കും പറയേണ്ടത് ഈ 100% വർക്ക് ലോഡ് എടുക്കുമ്പോൾ അത് വളരെ പെയിൻഫുൾ ആണ്. നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും ഒക്കെ വേദനിക്കും. അപ്പൊ അത് ഏത് സാഹചര്യത്തിലും എന്ത് വേഴ്സ്റ്റ് കണ്ടീഷനിലും എനിക്ക് അത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കണം, അതിനുവേണ്ടി എന്ത് വർക്ക് ലോഡും ഞാൻ എടുക്കും എന്നുള്ള ഒരു എന്താ പറയുക അങ്ങനെയുള്ള ഒരു ഡിറ്റർമിനേഷൻ, അങ്ങനെ ഒരു മൈൻഡ് നമ്മുടെ അത്ലറ്റ്സുകളിൽ ഉണ്ടാക്കണം. മുന്നുള്ള താരങ്ങൾക്ക് ഒരു പരിധി വരെ അത് ഉണ്ടായിരുന്നു. പിന്നെന്ന് പറഞ്ഞാൽ സെക്കൻഡ് കാര്യം എന്താ വെച്ചാൽ ഗ്രാസ് റൂട്ട് ലെവലിൽ നമ്മൾ നെഗ്ലക്ട് ചെയ്യാണ്. നമുക്കിപ്പോ ഞങ്ങളൊക്കെ വരുന്ന കാലത്തിന് കമ്പയർ ചെയ്യുമ്പം ഇപ്പൊ ഒരുപാട് സൗകര്യങ്ങൾ നമ്മുടെ ഇപ്പോഴത്തെ അത്ലറ്റ്സിനുണ്ട്. ഇപ്പൊ നാഷണൽ ക്യാച്ചിങ് ക്യാമ്പ് ത്രൂ ഔട്ട് ഇയർ ഉണ്ട്. റഷ്യക്കാർ വന്ന് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ഫോറിൻ എക്സ്പേർട്ടുകൾ വന്നിട്ട് റിക്കവറിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് അത്യാവശ്യം വേണ്ട എക്സ്പോഷറുകളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും പെർഫോമൻസ് നമ്മളൊക്കെ ചെയ്ത ആ കാലത്തുള്ള ടൈം പോലും ഇപ്പൊ നമ്മൾ. ശ്രീമതി ഉഷ, ഇത്തവണത്തെ പെർഫോമൻസ് മോശമാവാൻ കാരണം മഴ പെയ്തതാണ് എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ അത് തന്നെയാണോ കാരണം? മഴ പെയ്യുന്നൊന്നും ഒരു കാരണമല്ല. ഇതിനുള്ള കാരണമാണ് ഞാൻ പറഞ്ഞത്. ഇതെന്ന് ഏഷ്യൻ ഗെയിംസിന്, ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ്, ഒളിമ്പിക്സിലൊക്കെ മെഡൽ വിൻ ചെയ്യണമെങ്കിൽ അത് ഗ്രാസ് റൂട്ട് ലെവലിലെ കുട്ടികളെ ഇപ്പോഴേ നമ്മൾ എടുത്ത് അവരെ ഗ്രാജുവലി ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരണം. അങ്ങനെ ഒരു സിസ്റ്റം നമുക്കില്ല. ആരെങ്കിലൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട് അവരെ പിന്നാലോടുക, അല്ലെങ്കിൽ ആരെങ്കിലും നന്നായി ചെയ്തിട്ടുണ്ട് അവരെങ്ങനെ പിന്നോട്ട് വലിക്കാന്നുള്ള. ശ്രീമതി ഉഷ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ചെറിയ ചില പ്രതിസന്ധികൾ പോലും, ചെറിയ ശാരീരിക വേദന, അസ്വസ്ഥതകൾ, ഇതുപോലും തരണം ചെയ്യാനുള്ള ഒരു മാനസിക കരുത്ത് നമ്മുടെ അത്ലറ്റുകൾക്ക്, പുതിയ തലമുറയിൽപ്പെട്ട അത്ലറ്റുകൾക്ക് ഇല്ലാതെ പോകുന്നു എന്നാണ്. അതെ, അതാണ് അങ്ങനെയുള്ള ഒരു മാനസിക സ്ഥിതി. ഇപ്പൊ ഏത് വേഴ്സ്റ്റ് കണ്ടീഷനിലും എനിക്കത് അച്ചീവ് ചെയ്യണം. ആ അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്ത് വേദനയും ഞാൻ സഹിച്ച് വർക്ക് ചെയ്യുന്നുള്ള അങ്ങനെയുള്ള ഒരു മാനസിക സ്ഥിതി നമ്മൾ അത്ലറ്റ്സുകൾ വളർത്തിക്കൊണ്ടുവരണം. ഇന്നെന്ന് പറയുമ്പോൾ ഒരു 5 റിപ്പീറ്റേഷൻ ചെയ്ത് വേദന ഇങ്ങോട്ട് തുടങ്ങുമ്പോൾ സാറേ ഞാൻ നിർത്തുകയാണെന്ന് പറയുന്ന ഒരു കണ്ടീഷനിലാണ് മിക്ക ആൾക്കാരും. അപ്പൊ ഇത് അത്ലറ്റിക്സ് ടഫാണ്, ഈസി അല്ല. അപ്പൊ അത്രയ്ക്കും ഡിറ്റർമിനേഷനുള്ള ആൾക്കാരൊക്കെ ആകുമ്പോൾ ട്രാക്ക് കയറി ഒരുപാട് ഈവന്റ് ചെയ്യാനും സാധിക്കും, അതൊക്കെ തന്നെ വിൻ ചെയ്യാനായിട്ടും സാധിക്കും. ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ശ്രീമതി ബോബി അലോഷ്യസ് പറയുകയായിരുന്നു, സർക്കാർ സംവിധാനത്തിൻ്റെതായ ഒരു മെല്ലെപ്പോക്ക് നയം കായിക വികസനത്തിന്റെ കാര്യത്തിലുണ്ട്, ഒരു സ്ലോ മോഷൻ ഉണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും വേണ്ട രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റാതെ പോകുന്നതെന്ന്. എന്നാൽ ഇതിനോട് അങ്ങനെ യോജിക്കാൻ പത്മിനി തോമസിന് കഴിയുന്നില്ല. പത്മിനി തോമസ് പറയുന്നത് സർക്കാർ വേണ്ട രീതിയിലുള്ള പ്രോത്സാഹനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, അങ്ങനെ തീരെ അടച്ചാക്ഷേപിക്കേണ്ടതെന്നാണ്. ഏത് പക്ഷത്താണ് വിഷയമുള്ളത്?
നമ്മളുടെ സർക്കാർ ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷെ സർക്കാരിനെ സർക്കാരിനെ മാത്രം നമ്മൾ ആശ്രയിച്ചിരുന്നതിനെ കൊണ്ട് കാര്യമില്ല. നമ്മുടെ നാട്ടില് സ്പോർട്സ് നന്നാവണം എന്നുള്ള എല്ലാവരും നമ്മൾ ആഗ്രഹിക്കണം. അത് ഗവൺമെന്റ് മാത്രമല്ല, അതിന് ഓരോരുത്തരെ കൊണ്ടാവുന്ന രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് വരുവാണെങ്കിൽ, ഇപ്പൊ കൂടുതലും പ്രൈവറ്റ് കമ്പനീസിലെ കോർപ്പറേറ്റ്സ് ഒക്കെ ഇതിന്റെ മുന്നിൽ അത്ലറ്റിക്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ അത് കൂടുതൽ സഹായമായിരിക്കും. അല്ലാതെ ഗവൺമെന്റ് കാര്യങ്ങൾ ചെയ്യാതെയല്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഇപ്പൊ ഇവര് തന്നെ കൗൺസിൽ തന്നെ ഒരു ഹൈ എൻഡ് അക്കാഡമി തുടങ്ങാൻ പോകുന്നു. അവര് ഈ യൂത്തിലുള്ള ഏറ്റവും ബെസ്റ്റ് അത്ലറ്റിനെ സെലക്ട് ചെയ്തിട്ട് ഭയങ്കര കോച്ചിങ് കൊടുക്കുന്നൊക്കെയാണ് അവർ പറയുന്നത്. ഈ കോച്ചിങ്ങിൽ 400 മീറ്റേഴ്സ്, 100, 200, 800 എന്നൊക്കെ പറയുന്ന കുട്ടികൾ 400 ആണ്, 800 എടുത്ത് നോക്കുകയാണെങ്കിൽ 200 എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളാണ് വരുന്നത്. അപ്പൊ അവർക്ക് അവിടെ വരിക സെക്കൻഡ്, തേർഡ് വരുന്ന കുട്ടികളായിരിക്കും. അതിനെ കൊണ്ട് എന്ത് കാര്യം ഉണ്ടാവുക? മറിച്ച് ഞങ്ങളെപ്പോലത്തെ ആൾക്കാർ ചെയ്യുമ്പോൾ ആ അക്കാഡമിക്ക് എന്തൊക്കെ ചെയ്തു തരാൻ സൗകര്യം ചെയ്തു തരാൻ പറ്റുന്നില്ല, അതിനെ നെഗ്ലക്ട് ചെയ്യാതെ അതിനെയും കൂടി സപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവണ്ടേ? അപ്പം അങ്ങനെ കുറെ അക്കാഡമികൾ അല്ലെ കുറെ കാര്യങ്ങൾ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് ചെയ്തതിനെ കൊണ്ട് വലിയ വിശേഷമൊന്നും ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. വളരെയധികം ശ്രീമതി പി ടി ഉഷ തിരക്കിനിടയിൽ ടെലിഫോണിലെങ്കിലും എത്താൻ സന്നദ്ധത കാണിച്ചതിന്. ശ്രീമതി പത്മിനി തോമസ്, പി ടി ഉഷ പറഞ്ഞ കാര്യങ്ങൾ കൂടി പരിഗണിച്ച് ചോദിക്കുമ്പോൾ, നമ്മുടെ മലയോര മേഖലകളിൽ നിന്ന് വരുന്ന ആളുകൾ, അവർക്ക് കുറെ കൂടി അവരുടെ ഭൂപ്രകൃതി, അതിനെ അതിജീവിക്കാനുള്ള അവരുടെ കരുത്ത്, ഇതെല്ലാം നോക്കുമ്പോൾ അവരുടെ കായിക ശേഷി കുറെ കൂടി കൂടുതലായിരിക്കും. അങ്ങനെ ഓരോ പ്രദേശത്തിനും അതിന് സവിശേഷമായ രീതിയിൽ മനുഷ്യൻ്റെ കായിക ശേഷിയെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ശരിയായ രീതിയിലുള്ള ഒരു സിലക്ഷൻ പ്രോസസ്സ് ഈ നമ്മുടെ സ്പോർട്സ് സ്കൂളുകളും ട്രെയിനിങ് കോളേജസും ഒക്കെ നടത്തുന്നുണ്ടോ? അതല്ല അവിടെ തൊട്ട് അഴിമതി കടന്നു കയറുന്നുണ്ടോ? ഇല്ലില്ല, നമ്മൾ സെലക്ഷൻ പ്രോസസ് ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെ എല്ലാ ജില്ലാ തലത്തിലും ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും നമുക്കിപ്പോ അറിയാം, നമ്മുടെ പറളി സ്കൂളിൽ പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഇപ്പൊ അവരെ നമുക്ക് എടുത്തിട്ട് ഒരു പുതിയ സ്കീമിൽ കൊണ്ടുവന്ന് വിദഗ്ധമായ ഒരു കോച്ചിങ് സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അതുപോലെയുള്ള സ്കൂളുകളിൽ സെന്റ് ജോർജ്, മാർബേസില് ഇങ്ങനെയുള്ള പഠിക്കുന്ന ഇവര് നമ്മളുടെ സെലക്ഷനിൽ തന്നെ നേരത്തെ തന്നെ സെലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കുട്ടികളെ അവർ വിളിക്കും. അപ്പൊ നമുക്ക് അവരാരും തന്നെ നമ്മുടെ സ്കീമിലേക്ക് വരത്തില്ല, അവിടെ നിർത്തി തന്നെ അവർ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു രീതിയാണ് വരുന്നത്. പക്ഷെ ഇനി മുമ്പോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് കുറച്ചുകൂടെ നല്ല പ്രകടനം കാഴ്ചവെക്കാനായിട്ട് എലൈറ്റ് പോലെയുള്ള പദ്ധതികളിലേക്ക് ഈ കുട്ടികളെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ നല്ല പിള്ളേരെ നമുക്ക് കൊണ്ടുവരുവാനായിട്ട് പറ്റും. അതുവഴി നല്ല പെർഫോമൻസ് നമുക്ക് ഉണ്ടാക്കുവാനായിട്ടും പറ്റും. റൈറ്റ്. ശ്രീ കമാൽ വാരദൂർ ചേർന്നു. ശ്രീ കമാൽ വാരദൂർ, ബഹ്റൈൻ ആണ് ഇത്തവണ ഏഷ്യൻ അത്ലറ്റിക്സിൽ 2ാം സ്ഥാനത്തുള്ളത്. അതിൻ്റെ ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ബഹ്റൈൻ മൊത്തം രാജ്യങ്ങളിലെ 48ാം സ്ഥാനത്തുള്ളതാണ്. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് സ്കൂളിൽ പോകുന്നത്. കേരളത്തെ അല്ലെങ്കിൽ ഇന്ത്യയെ അപേക്ഷിച്ച് വളരെ കുറച്ച് പേർ മാത്രമാണ് ആ അർത്ഥത്തിൽ ഡെവലപ്ഡ് ആയിട്ടുള്ളത്. എന്നിട്ട് പോലും അവർക്ക് സ്പോർട്സിൽ 2ാം സ്ഥാനത്തെത്താൻ കഴിയുന്നു. യഥാർത്ഥത്തിൽ പ്രശ്നം ഇവിടെയല്ലേ? സ്കൂൾ കായിക മേളകളിൽ മെഡൽ നേടുവാനും അതുവഴി വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിലേക്ക് കടക്കുമ്പോൾ ഗ്രേസ് മാർക്ക് നേടാനും വേണ്ടി മാത്രമുള്ള ഒരു ചവിട്ടുപടിയായി സ്പോർട്സിനെ, പ്രത്യേകിച്ചും സ്കൂൾ സ്പോർട്സിനെ കാണുന്ന ഒരു നയമല്ലേ ഇപ്പോൾ ഈ കായിക താരങ്ങളുടെ പിന്നോട്ട് പോക്കിനുള്ള ഒരു കാരണം? വളരെ സത്യസന്ധമായ നിഗമനം. കാരണം നമ്മൾ കാലാകാലങ്ങളിലായിട്ട് പറഞ്ഞു വരുന്ന ഒരു കാര്യമാണിത്. കാരണം ഗ്രേസ് മാർക്കോ അല്ലെങ്കിൽ ഉന്നത കോഴ്സുകൾക്കോ പോകാനുള്ള സ്പോർട്സ് കോട്ടയിൽ അംഗത്വം ലഭിക്കാനുള്ള ഒരു ചവിട്ടുപടിയായിട്ട് മാത്രമാണ് ഇന്നത്തെ താരങ്ങൾ. ഇപ്പൊ നമ്മൾ ഏതൊരു താരത്തും നമ്മൾ എടുക്കുകയാണ്, നേരത്തെ ഉഷ പറഞ്ഞതുപോലെ ഉഷയുടെ കാലത്ത്, പത്മിനിയുടെ കാലത്തെല്ലാം അതായത് എല്ലാ സ്കൂളുകളിലും നല്ല കായിക താരങ്ങൾ വരുന്നു. അവര് വളരെ, അതായത് നമുക്കന്ന് ആ ഉഷയൊക്കെ വളർന്നു വരുന്ന ഒരു സാഹചര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അന്ന് വലിയ, അതായത് നല്ല മൈതാനങ്ങളോ ട്രാക്ക് സൂട്ട് പോലുമോ ഇല്ലാത്ത ഒരു ഘട്ടത്തിൽ നിന്നാണ് അവർ ഉയർന്നു വരികയും വലിയ ചാമ്പ്യന്മാരായിട്ട്. ഇപ്പോൾ ഉഷയൊക്കെ ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ നടത്തിയ പ്രകടനം എന്നും നമ്മുടെ മുന്നിൽ മാതൃകയായിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ താരങ്ങൾ ശരിക്കും രാജ്യത്തിന് വേണ്ടി പോരാടിയെങ്കിൽ ഇന്നുള്ള താരങ്ങളെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ വർഷവും സ്കൂൾ ഗെയിംസ് നടത്തുന്നത് 4-5 ദിവസം നമ്മൾ നടത്തുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ കായികമേളയായിട്ട് നമ്മൾ അതിനെ വിശേഷിപ്പിക്കുന്നു. ഒരു ഫോളോ അപ്പ് ആക്ടിവിറ്റീസ് നമ്മൾ നടത്തുന്നില്ല. അല്ലെങ്കിൽ ഒരു സ്കൂൾ ഗെയിംസ്, അത് കഴിഞ്ഞ ദേശീയ സ്കൂൾ ഗെയിംസ്, ഈ രണ്ടും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിലെ താരങ്ങൾ ശരിക്കും വെറുതെ ഇരിക്കുന്നു. അവരുടെ ഒരു കരിയർ തന്നെ നഷ്ടമാകുന്നു. പിന്നീട് അവർ ലക്ഷ്യമാക്കുന്നത് ഇത്തരം ഉപരിപഠനം മാത്രമാണ്. അതിനുള്ള ഒരു ശരിക്കും ഒരു സ്പോർട്സ് കോട്ട അല്ലെങ്കിൽ ആ ഒരു കായികമായിട്ട് ലഭിക്കുന്ന ആനുകൂല്യത്തെ ഉപയോഗപ്പെടുത്തുക എന്നത് മാത്രമാണ്. ഇപ്പൊ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ബഹ്റൈൻ ആണെങ്കിൽ, ഖത്തർ ആണെങ്കിൽ, അറേബ്യൻ രാജ്യങ്ങളാണെങ്കിലും അവർ ഈവൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് താരങ്ങൾക്ക് എല്ലാ, അതായത് അവരുടെ പൗരത്വം വരെ കൊടുത്ത് എല്ലാ സപ്പോർട്ടും കൊടുത്ത് സ്വന്തം രാജ്യത്തിനോട് മത്സരിക്കാനുള്ള എല്ലാ സപ്പോർട്ടും കൊടുക്കുമ്പോൾ നമ്മുടെ സപ്പോർട്ട് ശരിക്കും ഈ കായിക സംഘാടകർ എന്ന് പറയുന്നത് നമ്മൾ സുരേഷ് കൽമാടിയെ പോലുള്ളവർ സ്വന്തം പോക്കറ്റിലേക്ക് മാത്രം പണം കൊണ്ടുപോയിട്ട് നമ്മുടെ സിസ്റ്റത്തെ നശിപ്പിക്കുകയാണ്. വളരെയധികം ശ്രീ കമാൽ വരദൂർ. ശ്രീമതി ബോബി അലോഷ്യസ്,
പത്മിനി തോമസ്, എം വിജയകുമാർ, ഒപ്പം തന്നെ ശ്രീമതി പി ടി ഉഷ ചർച്ചയിൽ പങ്കെടുത്തതിന്.